നമസ്കാരം. കെ ടി സിയുടെ നാലാമത്തെ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ഇതുവരെയായിട്ട് നമ്മൾ ഈ ചാനലിൽ ഡിപ്പാർട്ട്മെന്റൽ പരീക്ഷയുടെ മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ, KSR, KER കേരള എഡ്യൂക്കേഷണൽ ആക്ട് ആൻഡ് റൂൾസ്, ഈ മൂന്ന് പേപ്പറുകളുടെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ പ്ലേലിസ്റ്റ് ഉണ്ട്. എൻ്റെ ചാനലിൽ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ എല്ലാ ക്ലാസ്സുകളും ലഭിക്കും. കെ ടി സിയുടെ നാലാമത്തെ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത് ഈ സബ് ട്രഷറി, നമ്മളെല്ലാം ജില്ലാ ട്രഷറിയൊക്കെ വെച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. സബ് ട്രഷറിയാണ് നമുക്കിനി പറയാനുള്ളത്. പിന്നെ ട്രഷറി അക്കൗണ്ടിൽ ക്ലോസിംഗിൽ എങ്ങനെയാണ്, ഡേ ക്ലോസിംഗ് എങ്ങനെയാണ്, തുക കുറവും അധികവും വന്നാൽ എങ്ങനെയാണ്, സബ് ട്രഷറി പരിശോധന എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പറയുന്നത്. സബ് ട്രഷറിയെ പറ്റി പറയുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഓരോ താലൂക്കിലും സബ് ട്രഷറികൾ ഉണ്ടാവാറുണ്ട്. അതിന് പുറമെ താലൂക്ക് തന്നെ നിർബന്ധമൊന്നുമില്ല, അല്ലാത്ത സ്ഥലങ്ങളിലും ഉണ്ട് സബ് ട്രഷറികളുണ്ട്. ഈ സബ് ട്രഷറിയുടെ ചുമതല സബ് ട്രഷറി ഓഫീസർക്കാണ്. STO എന്ന് പറയും, സബ് ട്രഷറി ഓഫീസർ. ഈ സബ് ട്രഷറികളിലെ ക്യാഷ്, അവിടുത്തെ വാല്യുബിൾസ്, അവരുടെയൊക്കെ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും റിപ്പോർട്ടും ജില്ലാ ട്രഷറി ഓഫീസർക്കാണ് ഈ സബ് ട്രഷറികൾ സമർപ്പിക്കേണ്ടത്. മാസത്തിൽ 2 തവണ സബ് ട്രഷറി ഓഫീസർ ക്യാഷ് ബാലൻസ് സ്വയം ബോധ്യപ്പെടേണ്ടതാണ്. സബ് ട്രഷറി ഓഫീസർ മാസത്തിൽ 2 തവണ സബ് ട്രഷറിയിലെ ക്യാഷ് ബാലൻസ് സ്വയം ബോധ്യപ്പെടേണ്ടതാണ്. സബ് ട്രഷറി ഓഫീസർ പ്രതിമാസ ക്ലോസിംഗ് ബാലൻസ് ബോധ്യപ്പെടുകയും റിപ്പോർട്ട് അവസാനത്തെ ദിവസം ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർക്ക് സമർപ്പിക്കുകയും അല്ലെങ്കിൽ അയച്ചു കൊടുക്കുകയും വേണം. ഇനി ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ തൻ്റെ ജില്ലയിലുള്ള നോൺ ബാങ്കിങ് ട്രഷറി ക്യാഷ് ബാലൻസ് മാസത്തിൽ ഒരിക്കൽ മുൻകൂർ അറിയിപ്പ് കൂടാതെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ ആ ജില്ലയ്ക്കകത്തുള്ള നോൺ ബാങ്കിങ് ട്രഷറികളിൽ, നമുക്കറിയാം 2 തരം ട്രഷറികളാണ് ഉള്ളത്, ബാങ്കിങ് ട്രഷറിയും നോൺ ബാങ്കിങ് ട്രഷറിയും. നോൺ ബാങ്കിങ് ട്രഷറികളിലെ ക്യാഷ് ബാലൻസ് മാസത്തിൽ ഒരിക്കൽ സർപ്രൈസ് വിസിറ്റ് ചെയ്തിട്ട്, അല്ലാതെ മുൻകൂട്ടി ഡേറ്റ് കൊടുക്കാതെ, മുൻകൂർ അറിയിപ്പ് കൂടാതെ പരിശോധന നടത്തേണ്ടതാണ്. ഇനി അത് ബാങ്കിങ് ട്രഷറി ആണെങ്കിൽ, ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ നോൺ ബാങ്കിങ്ങിലാണെങ്കിൽ മാസത്തിൽ 2 തവണ മുൻകൂർ അറിയിപ്പ് ഇല്ലാതെ പരിശോധിക്കണം. അല്ല, ബാങ്ക് ട്രഷറി ആണെങ്കിൽ 3 മാസത്തിൽ ഒരിക്കൽ മുൻകൂർ അറിയിപ്പില്ലാതെ പരിശോധന നടത്തേണ്ടതാണ്. ഇനി സബ് ട്രഷറി ഓഫീസറുടെ മറ്റു പരിശോധനകളാണ് നമ്മൾ ഇനി പറയുന്നത്. ട്രഷറി ഡയറക്ടർ, ഇപ്പോൾ ഓരോരുത്തർക്കും ഇത് പരിശോധിക്കാനുള്ള ഡ്യൂട്ടി ഉണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞത് ജില്ലാ ട്രഷറി ഓഫീസറുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി ട്രഷറി ഡയറക്ടർ 2 വർഷത്തിലൊരിക്കൽ ഈ സബ് ട്രഷറി ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസറുടെ താഴെയല്ലാത്ത ഓഫീസറെ കൊണ്ട് പരിശോധിപ്പിക്കണം. ഡയറക്ടർ ഓഫ് ട്രഷറീസ് നേരിട്ട് വന്ന് പരിശോധിക്കല്ല, മറിച്ച് ട്രഷറി ഡയറക്ടർ നേരിട്ടല്ലാതെ ജില്ലാ ട്രഷറി ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ കൊണ്ട് ഈ സബ് ട്രഷറികൾ 2 കൊല്ലത്തിലൊരിക്കൽ പരിശോധിപ്പിക്കേണ്ടതാണ്. ഇനി സബ് ട്രഷറിയിലെ ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് രേഖകളും അതിൻ്റെ അക്കൗണ്ടുകളും,
ട്രഷറി ഓഫീസറിൽ താഴെയല്ലാത്ത ഓഫീസറെ കൊണ്ട്, നമ്മളിവിടെ ട്രഷറി ഓഫീസർ എന്നൊക്കെ പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് ജില്ലാ ട്രഷറി ഓഫീസറാണ്, മറ്റത് സബ് ട്രഷറി ഓഫീസറാണ്. അപ്പോൾ ട്രഷറി ഓഫീസറിൽ താഴെയല്ലാത്ത ഓഫീസറെ കൊണ്ട് ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും സൂക്ഷ്മ പരിശോധന നടത്താനുള്ള സംവിധാനം ട്രഷറി ഡയറക്ടർ ചെയ്യണം. അപ്പൊ ട്രഷറി ഡയറക്ടർ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന്, 2 വർഷത്തിൽ ഒരിക്കൽ സബ് ട്രഷറി പരിശോധിക്കണം. അതിനുള്ള സംവിധാനം ജില്ലാ ട്രഷറി ഓഫീസറുടെ താഴെയല്ലാത്ത റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് പരിശോധിപ്പിക്കാനുള്ള സംവിധാനം ട്രഷറി ഡയറക്ടർ ഉണ്ടാക്കണം. രണ്ടാമത്, ട്രഷറി സേവിങ്സ് ബാങ്ക് സബ് ട്രഷറികളിലെ ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഈ ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ, ആ അക്കൗണ്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ കറപ്ഷൻസ് ഒക്കെ എന്തെങ്കിലും മിസ്മാച്ചോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം ഇടയ്ക്ക് പരിശോധിക്കേണ്ടതാണ്. അതിനുള്ള ഒരു പരിശോധന ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ട്രഷറി ഡയറക്ടർ അതിനുള്ള ഒരു സംവിധാനം ഒരുക്കണം. ആരാ പരിശോധിക്കേണ്ടത്? ട്രഷറി ഓഫീസറിന്റെ റാങ്കിൽ താഴെയല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ഈ ട്രഷറി സേവിങ്സ് ബാങ്കുകളൊക്കെ അക്കൗണ്ടുകളൊക്കെ ഒരു കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും പരിശോധിപ്പിക്കാനുള്ള സംവിധാനം ട്രഷറി ഡയറക്ടർ ഒരുക്കണം. ഇനി ട്രഷറി ഇടപാട് നടത്തുന്ന സ്റ്റേറ്റ് ബാങ്ക് അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റ് ബാങ്ക് ഏജന്റ് ഓർ അതിലെ മാനേജർ, ട്രഷറി ഇടപാട് നടത്തുന്ന മാനേജരോ അതിന്റെ SBIയിലെ ഏജന്റോ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ കളക്ടർ, RDO, തഹസിൽദാർ എന്നിവർക്ക് ബാങ്കിൽ നേരിട്ട് ഹാജരായി ട്രഷറി സ്ട്രോങ് റൂമിന്റെ താക്കോൽ ഏറ്റെടുക്കാവുന്നതാണ്. അത് അവിടെ ഒരു ഇത്തരത്തിലുള്ള ഒന്ന് സംഭവിച്ചാലാണ് പറയുന്നത്. അതായത് ട്രഷറി ഇടപാട് നടത്തുന്ന SBIയിലെ ഏജന്റ്, ഓഫീസർ അല്ലെങ്കിൽ മാനേജർ മരണപ്പെട്ടു കഴിഞ്ഞാൽ കളക്ടർ, തഹസിൽദാർ, RDO ഇവർക്ക് ബാങ്കിൽ നേരിട്ട് ഹാജരായി ട്രഷറി സ്ട്രോങ് റൂം താക്കോൽ ഏറ്റെടുക്കാവുന്നതാണ്. ഇനി അടുത്തത്, ഈ തുക കുറവ് വന്നാൽ ഡേ ക്ലോസിംഗ് എങ്ങനെയൊക്കെയാണ്, പ്രതിമാസ ക്ലോസിംഗ് എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ അടുത്തതിൽ പറയുന്നത്. ഇനി റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് രേഖപ്പെടുത്തുന്നതിന് ട്രഷറർ ക്യാഷ് ബുക്ക് വെക്കേണ്ടതാണ്. ഇപ്പൊ ട്രഷറികളിൽ റെസീറ്റ്സും പേയ്മെന്റ്സും വരവും ചെലവും രേഖപ്പെടുത്തുന്നതിന് ട്രഷറർ ഒരു ക്യാഷ് ബുക്ക് വെക്കേണ്ടതാണ്. സ്വീകരിക്കുന്ന പണത്തിനുള്ള റെസിപ്റ്റും പെയ്ഡ് എന്ന് രേഖപ്പെടുത്തിയ പേയ്മെന്റ് വൗച്ചറുകളും അക്കൗണ്ട് വിഭാഗത്തിൽ നൽകേണ്ടതാണ്. രണ്ടെണ്ണമാണ്, പണം കൊടുത്തിട്ടുണ്ടാവും, വാങ്ങിയിട്ടും ഉണ്ടാവും. അപ്പോൾ വാങ്ങിയ പണത്തിനുള്ള റെസിപ്റ്റും കൊടുത്ത പണത്തിനുള്ള പെയ്ഡ് എന്ന് രേഖപ്പെടുത്തിയ വൗച്ചറും, ഇത് രണ്ടും കൂടി അക്കൗണ്ട് വിഭാഗത്തിൽ നൽകേണ്ടതാണ്. നമുക്കറിയാം ഈ ജില്ലാ ട്രഷറികളിൽ 2 വിഭാഗമുള്ള അക്കൗണ്ട് വിഭാഗവും ട്രഷറി വിങ്ങുമാണ്. അപ്പോൾ ഇത് 2 വിഭാഗത്തിൽ ഇവിടുന്ന് പേപ്പറുകൾ, ഈ വൗച്ചറുകളും റെസീറ്റും അക്കൗണ്ട് വിഭാഗത്തിലേക്ക് നൽകേണ്ടതാണ്. ഇനി ക്ലോസിംഗ് തീയതിയിലെ സബ് ട്രഷറിയിലെ ക്യാഷ് ബാലൻസ് എണ്ണി തിട്ടപ്പെടുത്തി, സബ് ട്രഷറിയിലെ ക്ലോസിംഗ് തീയതിയിലെ സബ് ട്രഷറിയിലെ ക്യാഷ് ബാലൻസ് എണ്ണി തിട്ടപ്പെടുത്തി STO ഒപ്പിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം, അതായത് സബ് ട്രഷറി ഓഫീസർ ക്യാഷ് ബാലൻസ് എണ്ണി തിട്ടപ്പെടുത്തി ഒപ്പിട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ജില്ലാ ട്രഷറി ഓഫീസർ ഉറപ്പുവരുത്തേണ്ടതാണ്. അതായത് ഉറപ്പുവരുത്തുക മാത്രമല്ല, സബ് ട്രഷറി ഓഫീസറുടെ സിഗ്നേച്ചറും ഈ ട്രഷറി ഓഫീസർ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇനി അക്കൗണ്ട് ഹെഡ്, ഇവരുടെ ടാലി, ഈ അക്കൗണ്ട്സ് എങ്ങനെയാണ് ടാലി ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇനി പറയുന്നത്. അക്കൗണ്ട് ഹെഡും ഉണ്ടാവും, ട്രഷററും ഉണ്ടാവും. രണ്ട് റൂമിലേക്കാണ്, 2 സെക്ഷനാണ്, 2 ഹെഡാണ്. അപ്പോൾ അക്കൗണ്ട് ഹെഡ് സബ്സിഡറി രജിസ്റ്ററുകളുടെ ഡെയിലി ടോട്ടൽ, അക്കൗണ്ട് ഹെഡ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അക്കൗണ്ട് ഹെഡ് ആയിട്ടുള്ള ആള് സബ്സിഡറി രജിസ്റ്ററുകളുടെ ഡെയിലി ടോട്ടല് ഡേ ബുക്കിൽ രേഖപ്പെടുത്തി ആകെ കൂട്ടി ബാലൻസ് മെമ്മോറാണ്ടം തയ്യാറാക്കുന്നു. ഈ സമയത്ത് ട്രഷറർ തന്റെ ഡേ ബുക്കിലെ 2 വശവും കൂട്ടി, ഈ ഡേ ബുക്കിൽ വരുമ്പോൾ 2 വശം എന്ന് പറഞ്ഞാൽ വരവും ചെലവും കൂട്ടി ബാലൻസ് മെമ്മോറാണ്ടം തയ്യാറാക്കും. അപ്പൊ 2 പേരും ബാലൻസ് മെമ്മോറാണ്ടം തയ്യാറാക്കുന്നുണ്ട്. ആരൊക്കെ? അക്കൗണ്ട് ഹെഡും തയ്യാറാക്കുന്നുണ്ട്, ട്രഷററും ഈ ബാലൻസ് മെമ്മോറാണ്ടം തയ്യാറാക്കുന്നു. ഈ 2 ബാലൻസ് ഷീറ്റുകളുടെയും സംഖ്യകൾ
തുല്യമാണെങ്കിൽ ടാലി ആയി അല്ലെ, സംഗതി ഓക്കെ ആയി എങ്കിൽ 2 ഡേ ബുക്കിലും ബാലൻസ് ഷീറ്റിലും ട്രഷറി ഓഫീസർ ഒപ്പിടും. അപ്പോൾ ഈ അക്കൗണ്ട്സ് ശരിയാക്കേണ്ട രണ്ടും ടാലി ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ആരിലാണ് ശരിക്കും നിൽക്കുന്നത്? അക്കൗണ്ട് ഹെഡിലും ഉണ്ട്, ട്രഷറിലും ഉണ്ട്. അക്കൗണ്ട് ഹെഡ് സബ്സിഡിയറി രജിസ്റ്ററുകളുടെ ഡെയിലി ടോട്ടൽ ഒക്കെ എഴുതി ഡേ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ട് ആകെ കൂട്ടിയിട്ട് ബാലൻസ് മെമ്മോറാണ്ടം തയ്യാറാക്കും. അതേ സമയത്ത് ട്രഷറർ തന്റെ ഡേ ബുക്കിലെ 2 വശവും കൂട്ടി ബാലൻസ് മെമ്മോറാണ്ടം തയ്യാറാക്കും. ഈ 2 ബാലൻസ് മെമ്മോറാണ്ടങ്ങളും ഈ 2 ബാലൻസ് ഷീറ്റുകളുടെയും സംഖ്യകൾ തുല്യമാണെങ്കിൽ 2 ഡേ ബുക്കിലും ബാലൻസ് ഷീറ്റിലും ട്രഷറി ഓഫീസർ സൈൻ ചെയ്യും. ഇനി ഇതല്ല, ഏതെങ്കിലും ഒരു ദിവസത്തെ ക്യാഷ് ബാലൻസിൽ തുക കുറവ് വന്നാൽ ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഈ കുറവ് വന്ന തുക അടയ്ക്കണം എന്നാണ് നിയമം. ക്ലോസിംഗ് ബാലൻസ് കുറവ് വന്ന തുക ഇപ്പൊ നമ്മൾ പറയല്ലോ, ക്ലോസിംഗ് ബാലൻസ് വരുമ്പോ ഈ കുറവ് വന്ന തുക ഉൾപ്പെടെയാണ് ക്ലോസിംഗ് ബാലൻസ് വരേണ്ടത്. അല്ല തുക എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് ബാക്കി ക്ലോസിംഗ് ബാലൻസ് എഴുതിയാൽ പോരാ. ആ കുറവ് വന്ന തുക ഉൾപ്പെടെയാണ് ക്ലോസിംഗ് ബാലൻസ് വരേണ്ടത്. ഏതെങ്കിലും സംഖ്യ കുറവ് വന്നാൽ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ആ ക്യാഷ് അതിലേക്ക് അടയ്ക്കണം. ഇനി പെട്ടെന്ന് അടയ്ക്കാൻ കഴിയാതെ വന്നാൽ, ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ ക്യാഷ് ഷോർട്ട് വന്നു, കുറവ് വന്നു, അയാൾ തിരിച്ചടയ്ക്കേണ്ടതാണ് വെക്കേണ്ടതാണ്, പക്ഷെ അയാൾക്ക് പെട്ടെന്ന് അത് അടയ്ക്കാൻ കഴിയാതെ വന്നാൽ എന്ത് ചെയ്യുക? തുക നൽകേണ്ട ആളുടെ പേരിൽ ഒരു വൗച്ചർ അവിടെ വെക്കും. തുക നൽകേണ്ട ആളുടെ പേരിൽ വൗച്ചർ വെക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇയാൾക്ക് ലോൺ കൊടുത്ത പോലെയായി സംഭവം. അപ്പോൾ ഇയാളുടെ പേരിലായി ആ പണം, കടമായിട്ട് ഇയാളുടെ പേരിൽ ആ പണമായി. അങ്ങനെയെങ്കിൽ കഴിയാതെ വന്നു കഴിഞ്ഞാൽ 8550 സിവിൽ അഡ്വാൻസ് ഹൈഫൺ അതർ ഐറ്റംസ് എന്ന അക്കൗണ്ട് ഹെഡിൽ തുക നൽകേണ്ട ആളുടെ പേരിൽ വൗച്ചർ വെച്ച് റിക്കവറി നടത്തും. റിക്കവറി അതേ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ തന്നെ അടയ്ക്കുകയും ചെയ്യും. ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിലാണോ ഈ ഷോർട്ട് വന്നത്, കുറവ് വന്നത്, ആ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ ഈ റിക്കവറി അടയ്ക്കും. നോക്കണേ, ഒരു സെറ്റപ്പ്, നമ്മൾ ട്രഷറിയിലെ സംവിധാനത്തിന്റെ ഒരു കെട്ടുറപ്പാണ് ഞാൻ ഇതിവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ ട്രഷറിയിൽ എവിടെയെങ്കിലും ഷോർട്ട് വന്നു കഴിഞ്ഞാൽ, കുറവ് വന്നു കഴിഞ്ഞാൽ ആ പണം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അടയ്ക്കണം. പെട്ടെന്ന് അയാൾക്ക് അടയ്ക്കാൻ പറ്റാതെ വന്നാൽ 8550 സിവിൽ അഡ്വാൻസ് അതർ ഐറ്റംസ് എന്ന അക്കൗണ്ട് ഹെഡിൽ തുക നൽകേണ്ട ആളുടെ പേരിൽ ഒരു വൗച്ചർ വെച്ചിട്ട് അയാളുടെ അടുത്ത് നിന്ന് റിക്കവർ ചെയ്യും. റിക്കവറി എന്നിട്ട് ഈ ഷോർട്ട് വന്ന അതേ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ അടയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഇത്തരം ഉദ്യോഗസ്ഥർ, ഈ ക്യാഷ് ഡീൽ ചെയ്യുന്ന ഇത്തരം ഉദ്യോഗസ്ഥർക്കൊക്കെ വളരെയധികം ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ജോലിയാണ് ഇതെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഷോർട്ട് വന്നാൽ ആരും സമാധാനം പറയില്ല, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ അത് വെക്കേണ്ടതാണ്. ഇനി ക്യാഷ് ബാലൻസിൽ അധികം തുക കണ്ടെത്തിയാൽ, ഇപ്പൊ ഷോർട്ടാണ് പറഞ്ഞത്, കുറവ് വന്നാലാണ് പറഞ്ഞത്, അധികം തുകയാണ് കണ്ടെത്തുന്നതെങ്കിൽ ആ ദിവസത്തെ റവന്യൂ ഡിപ്പോസിറ്റിൽ ക്രെഡിറ്റ് ചെയ്യും. അതാണ് പറയാനുള്ളത്. അപ്പൊ അതൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യമാണ്. ഒരു ട്രഷറിയിലെ ക്യാഷ് ബാലൻസിൽ അധികം തുക കണ്ടെത്തിയാൽ, ഒരു പർട്ടിക്കുലർ ഡേയിൽ, ഒരു പ്രത്യേക ദിവസം അധികം തുക കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ ദിവസം അത് എവിടെ ക്രെഡിറ്റ് ചെയ്യും? അത് റവന്യൂ ഡിപ്പോസിറ്റിൽ ക്രെഡിറ്റ് ചെയ്യും. തുക ആരുടേതെന്ന് മനസ്സിലാവാത്ത പക്ഷം, അങ്ങനെയാണല്ലോ, തുക ആരുടേതാണെന്ന് മനസ്സിലാവുന്നില്ല എങ്കിൽ ഈ തുക 0070 അതർ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതർ സർവീസ്, അതർ റെസീറ്റ്സ്, അതർ ഐറ്റംസ് എന്ന അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. അന്നത്തെ ദിവസം ആദ്യ ദിവസത്തെ റവന്യൂ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. എന്നതിന് ശേഷം തുക ആരുടേതെന്നും മനസ്സിലാവാത്ത പക്ഷമാണ് ഈ തുക 0070 അതർ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതർ സർവീസസ്, അതർ റെസീറ്റ്സ്, അതർ ഐറ്റംസ് എന്ന അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. എന്നാൽ തുക ആരുടേതാണ്, ഈ അധികമായി വന്ന തുക ആരുടേതാണെന്ന് മനസ്സിലായാൽ, തെളിഞ്ഞാൽ, കൃത്യമായ പ്രൂഫ് വേണം, തെളിഞ്ഞാൽ അത് റീഫണ്ട് ചെയ്യുകയും ചെയ്യാം. ആ ആരുടേതാണെന്ന് മനസ്സിലായ അയാൾക്ക് തന്നെ അത് റീഫണ്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. 3 കാര്യങ്ങളായി. അധികം വന്നാൽ ആരാണെന്ന് മനസ്സിലായാൽ റീഫണ്ട് ചെയ്യാം. ആരുടേതെന്ന് മനസ്സിലാത്ത വർഷം പെർമനന്റ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ 0070 അതർ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതർ സർവീസ്, അതർ റെസീറ്റ്സ്, അതർ ഐറ്റംസ് എന്ന അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യാം.
ഇനി അധികം തുക കണ്ടെത്തിയ ഒരു ദിവസത്തിൽ പർട്ടിക്കുലർ ദിവസം അധികം തുക കണ്ടെത്തിയാൽ ആദ്യം നമ്മൾ അത് റവന്യൂ ഡിപ്പോസിറ്റിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ഒരു ട്രഷറിയിലെ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ശരിക്കും ഹെഡ് അക്കൗണ്ടന്റും ട്രഷറും കൂടി ചേർന്നിട്ടാണ്. പ്രധാനമായിട്ട് ട്രഷറാണ്, എന്നാൽ നമ്മൾ പറയുമ്പോൾ ഒരു ട്രഷറിയിലെ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹെഡ് അക്കൗണ്ടന്റും ട്രഷറും കൂടി ചേർന്നാണ്. ഒരു ട്രഷറി അക്കൗണ്ടിൽ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് വന്നാൽ അത് ഡേ ബുക്ക് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. ഒരു ട്രഷറി അക്കൗണ്ടിൽ അധികമോ കുറവോ വന്നാൽ, ഏതെങ്കിലും ദിവസമായിരിക്കുമല്ലോ അത് വരിക, അധികമോ കുറവോ വന്നാൽ അത് ഡേ ബുക്ക് അക്കൗണ്ടിൽ, ആ ദിവസത്തെ ഡേ ബുക്ക് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. ഇനി സബ്ട്രഷറികളിൽ നിന്ന് ഡെയിലി ഷീറ്റുകൾ സ്വീകരിക്കുന്നത് വരെ പ്രതിമാസ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പ്രധാനമായിട്ടും ജില്ലാ ട്രഷറികളാണ് പ്രവർത്തനം മുഴുവൻ നടത്തുന്നത്, ഒരു കൺസോൾട്ടേഷൻ മുഴുവൻ നടത്തുന്നത്. ഓരോ ദിവസത്തെയും അക്കൗണ്ട്സ് സബ് ട്രഷറികൾ ജില്ലാ ട്രഷറികൾക്ക് സമർപ്പിക്കണം. ജില്ലാ ട്രഷറികളുടെ പേരിലാണ് എല്ലാ വർക്കും നടക്കുന്നത്. അപ്പോൾ ഈ ഷീറ്റുകൾ മുഴുവനായി കിട്ടാതെ പ്രതിമാസ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പാടുള്ളതല്ല. ഇനി ജില്ലാ ട്രഷറിയുടെ ക്ലോസിംഗ് എന്ന് പറയുന്നത് 6-ാം തീയതിക്ക് ശേഷമാകാനും പാടില്ല എന്നൊരു റൂളും കൂടിയുണ്ട്. പിറ്റേ മാസം 6-ാം തീയതിക്ക് ശേഷമാകാനും പാടില്ല. ഇനി ഓരോ സബ് ട്രഷറിയുടെ ക്ലോസിംഗ് എപ്പോഴാണ് എന്നാണ് നമ്മൾ പറയുന്നത്. നോൺ ബാങ്കിങ് സബ് ട്രഷറികളുടെ അക്കൗണ്ട് ലാസ്റ്റ് വർക്കിംഗ് ഡേ ക്ലോസ് ചെയ്യണം. ചോദ്യമാണ്, നോൺ ബാങ്കിങ് സബ് ട്രഷറികളുടെ അക്കൗണ്ട് ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ തന്നെ ക്ലോസ് ചെയ്യണം. എന്നാൽ ബാങ്കിങ് സബ് ട്രഷറികളുടെ ക്ലോസിംഗ് എന്ന് പറയുന്നത് തൊട്ടടുത്ത പ്രവൃത്തി ദിവസം. ഈ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മാസത്തിന്റെ ലാസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോൺ ബാങ്കിങ് സബ് ട്രഷറികളുടെ അക്കൗണ്ട് ആ മാസത്തെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ക്ലോസ് ചെയ്തിരിക്കണം. എന്നാൽ ബാങ്കിങ് സബ് ട്രഷറികളുടെ അക്കൗണ്ട് ക്ലോസിങ് മാസത്തിന്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ കഴിഞ്ഞ് തൊട്ടടുത്ത വർക്കിംഗ് ഡേയിൽ ക്ലോസ് ചെയ്തിരിക്കണം. തൊട്ടടുത്ത പ്രവൃത്തി ദിവസം തന്നെ ക്ലോസ് ചെയ്യണം. ഇനി ജില്ലാ ട്രഷറികളുടെ ക്യാഷ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ജില്ലാ ട്രഷറികളുടെ ക്യാഷ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് KTC പ്രകാരമല്ല, കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ്. ഇനി ജില്ലാ ട്രഷറിയിലെ ചീഫ് ട്രഷറർ ക്യാഷ് ലീവ് ആണെങ്കിൽ താക്കോല് ചീഫ് അക്കൗണ്ടന്റിനെയോ ഒരു ട്രഷററെയോ ഏൽപ്പിക്കാം. ചീഫ് ട്രഷറർ കാര്യമാണ് ഞാൻ പറയുന്നത്. ട്രഷറെയോ ഏൽപ്പിക്കാം. എന്നാൽ ഈ ഏൽപ്പിച്ചു പോകുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം ചീഫ് ട്രഷറർക്ക് മാത്രമാണ്. ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി മറ്റൊരു ചെറിയ പോയിന്റാണ്, ജില്ലാ ട്രഷറിയിലെ ട്രഷറർമാരും ഗവൺമെന്റ് ജീവനക്കാരും തൻ്റെ കൈവശമുള്ള സ്വകാര്യ പണം, നാണയങ്ങൾ ഉൾപ്പെടെ ട്രഷററിനെ ഏൽപ്പിക്കേണ്ടത്. അപ്പോൾ അത് ഒരു ഗവൺമെന്റ് റൂളായിട്ടാണ് വരുന്നത്. ജില്ലാ ട്രഷറിയിലുള്ള എല്ലാ ജീവനക്കാരും തൻ്റെ കൈവശമുള്ള നാണയങ്ങൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ പണം, സ്വന്തം പണം ട്രഷറിനെ ഏൽപ്പിക്കേണ്ടതാണ്. അപ്പം മിക്കവാറും ഈ പണത്തിന്റെ ഇടപാടുകൾ നടത്തുന്ന ഓഫീസുകളിലൊക്കെ നമുക്കറിയാം, ഈ പണം കൂടുതലായി, കണക്കിൽ കൂടുതൽ പണം സ്വന്തം കയ്യിൽ വന്നാൽ അത് കൈക്കൂലി വാങ്ങിയതാണെന്നൊക്കെ ഉള്ള ഒരു രീതിയിലേക്ക് ഉള്ള കാര്യങ്ങൾ വരും. അല്ലെങ്കിൽ പണം എവിടെ നിന്ന് കിട്ടിയെന്നുള്ള സമാധാനം നമ്മൾ ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഗവൺമെന്റ് ജീവനക്കാരൊന്നും ഒരു കണക്കിൽ കൂടുതൽ ഓഫീസിൽ പണം സൂക്ഷിക്കാനും കൊണ്ടു നടക്കാനും പാടില്ല എന്നൊക്കെ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്കിവിടെ ഇതൊക്കെ പറയേണ്ടി വരുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് ഈ സബ് ട്രഷറികളിലും ട്രഷറിയിലും ജില്ലാ ട്രഷറിയിലും ക്ലോസിങ്, പ്രതിമാസ അക്കൗണ്ട് ക്ലോസിങ്, അതിൻ്റെ പരിശോധനകൾ എന്നിവ ഒക്കെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയാനുള്ളത്. ഈ വീഡിയോ ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട
ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ഒരു 2 ക്ലാസ് കഴിഞ്ഞുള്ള ക്ലാസ്സിൽ ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് കോൺക്രീറ്റ് ആക്കാൻ കഴിയുകയുള്ളൂ. പറയാനുള്ളത് ഇതാണ്. ഞാൻ ഈ ക്ലാസ്സുകൾ ഇങ്ങനെ ഇടുന്നു, നിങ്ങൾ കേൾക്കുന്നു. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു പ്രോത്സാഹനം തരണം. മാത്രമല്ല, നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ആർക്കെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ ക്ലാസ് ഒന്ന് ഫോർവേഡ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന ഒരു അഭ്യർത്ഥനയോടെ എപ്പിസോഡ് 4 കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.